അപ്പം നമ്മളിന്ന് വെക്കാൻ പോകുന്നത് ചാറ് കറിയാണ്. ചാറ് കറി വെക്കാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളരി, ചെറിയ വെള്ളരിയുടെ പകുതിയാണിത്, ഒരു സവോള, 2 തക്കാളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിഞ്ഞിട്ട് വരാം. നമ്മളെല്ലാം അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വെള്ളരി ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പച്ചമുളക് നമ്മളിങ്ങനെ കീറിയാണ് ഇട്ടേക്കുന്നത്. ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ലേശം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയൊരു കറിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മയിലിൻ്റെ ശബ്ദമാണ് കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ മാരിയമ്മൻ കോവിൽ കുറേ മയിലുകളുണ്ട്. അമ്പലത്തിൻ്റെ വകയല്ല, അതിങ്ങനെ വന്നു കൂടിയതാണ്. അതിൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത്. നമ്മൾ വെച്ച് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റവ് കത്തിച്ചു. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരയ്ക്കാനുള്ളതെടുത്ത് തേങ്ങ അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഒന്ന് അടച്ചു കൊടുക്കുകയാണ്. ഒന്ന് വെന്ത് വരട്ടെ. നമുക്കൊരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അരയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ 3 ചുവന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചിട്ട് വരാം. നമ്മുടെ കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് കിടക്കുകയാണ്. നമുക്കിനി തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനത്തെ കറി വയ്ക്കാൻ ഒരുപാട് കഷ്ണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേറെ ഒരു കഷ്ണം ഇവിടെ തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വെച്ചെടുക്കാം. തേങ്ങ നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഒഴിച്ച് കൊടുക്കാം. തേങ്ങ നല്ല ഫൈനായിട്ടൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പച്ചക്കറിയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അരച്ചാൽ മതി. കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പുണ്ടോ നോക്കാം നമുക്ക്. ഇങ്ങനത്തെ കറികളൊക്കെ നല്ല അടിപൊളി ചാറ് കറിയാണിത്. നമ്മളെന്നും ഈ സാമ്പാറും പരിപ്പൊന്നും എപ്പോഴും ഈ പരിപ്പൊന്നും കഴിക്കാൻ അത്ര നല്ലതൊന്നുമല്ല. നമുക്ക് ഗ്യാസിൻ്റെ ഇതൊക്കെ ഉള്ള ആൾക്കാർ എപ്പോഴും പരിപ്പ് കഴിച്ചാൽ അവർക്ക് ഗ്യാസിൻ്റെ അസുഖം കൂടി വരുള്ളൂ. പരിപ്പ് പൊട്ടാന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു കറി വയ്ക്കുക. നമുക്ക് പരിപ്പിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇങ്ങനത്തെ കറി ഒന്ന് വെച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് കടുക് താളിച്ച് കൊടുക്കാം. നമ്മുടെ അടിപൊളി ചാറ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് താളിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാം.
നല്ല സൂപ്പർ മണമാണുള്ളത്. ഉണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ അടിപൊളി കറികളൊക്കെ ഒന്ന് വയ്ക്കുക. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളെ വെള്ളരിക്ക തക്കാളി കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.